മറ്റൊരു വാർത്ത, തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ പ്രധാന കേന്ദ്രമായ ബിൻ ജബൈൽ ഇസ്രായേൽ സൈന്യം ഉടൻ കീഴടക്കുമെന്നാണ് ഇപ്പോൾ ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്ക് നേരെ സൈന്യ നീക്കം ശക്തമായി തുടരും. അതേസമയം ലെബനുമായി ചർച്ച നടത്തും. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഇല്ലാതാക്കും എന്നും നെതന്യാഹു പറയുന്നു. അതിന്റെ ഭാഗമായി ചില മേഖലകളിലേക്ക് ഇന്നലെയും വലിയ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഹിസ്ബുള്ളയുടെ വലിയ ഒരു കോട്ട എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ കോട്ട തങ്ങൾ ഉടൻ ഇല്ലാതാക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ആദ്യമായാണ് ലെബനുമായി ഒരു ചർച്ച നടത്തുന്നത് എന്നും നെതന്യാഹു വ്യക്തമാക്കുന്ന പശ്ചാത്തലം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനിടയിൽ നടത്തിയ ആക്രമണത്തിൽ 5 പേർ, 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അജയ്, ഇപ്പോൾ ഹിസ്ബുള്ള എന്നുള്ളത് ഇസ്രായേലിന്റെ ശത്രുവാണ്. പക്ഷെ ലെബനൻ എന്ന രാജ്യത്തിനോട് ശത്രുതയില്ല, അതാണ് വ്യക്തമാക്കുന്നത്. ലെബനനോട് ചർച്ച നടത്തുന്നു. പക്ഷേ ഹിസ്ബുള്ള, അവിടുത്തെ പ്രധാന തീവ്രവാദ സംഘടന എന്നവർ വിശേഷിപ്പിക്കുന്ന ഹിസ്ബുള്ളയെ തീർക്കും. ഇത് രണ്ടും കൂടി എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം, അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാനുമായിട്ട് US നടത്താനിരിക്കുന്ന സമാധാന ചർച്ചകളിൽ ഉൾപ്പെടെ വലിയൊരു പ്രതിസന്ധിയായിട്ടുള്ളത് ഈ ലെബനൻ വിഷയം തന്നെയാണ്. ലെബനിലേക്കുള്ള ഈ ഇസ്രായേലിന്റെ ആക്രമണം അത് സജീവമായി തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നേരത്തെയുള്ള സംഘർഷങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം അത് ഇപ്പോൾ സജീവമായി നിലനിർത്തുന്നു എങ്കിലും ഈ ഗ്രൗണ്ട് ഇൻവേഷൻ ഉൾപ്പെടെ ഇസ്രായേൽ കൂടുതലായി ഫോക്കസ് ചെയ്തിരുന്നത് ലെബനിലേക്കാണ്. ലെബനന്റെ തെക്കൻ മേഖലകളിൽ കൂടുതൽ പ്രദേശങ്ങൾ ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ നിയന്ത്രണം കടുപ്പിച്ച് ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ പൂർണ്ണമായി തുടച്ചു നീക്കുക, അതുതന്നെയായിരുന്നു ഇസ്രായേലിന്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അവരുടെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും തകർത്തു. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തെക്കൻ ലെബനിലുള്ള പല ഗ്രാമങ്ങളും കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ളയുടെ ട്രെയിനിങ് ക്യാമ്പുകൾ സ്ഥിതി ചെയ്തിരുന്നു. അപ്പോൾ ഇവയെല്ലാം പൂർണ്ണമായിട്ട് തകർത്തു. അതുപോലെ തന്നെ ഗതാഗത നീക്കം അത് സ്തംഭിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതായത് വടക്കൻ ലെബനെയും തെക്കൻ ലെബനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചില പാലങ്ങൾ തകർത്തു. അപ്പോൾ ഇതുവഴി ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റേതാണെങ്കിലും കൂടുതലായിട്ടുള്ള ഉപകരണങ്ങൾ, വെടിക്കോപ്പുകൾ അതെല്ലാം തെക്കൻ ലെബനിലേക്ക് എത്തിക്കുന്നത് അത് ഇസ്രായേൽ നിയന്ത്രിച്ചു. ഇപ്പോൾ ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുക, ഈ ഒരു ലക്ഷ്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ലെബനന്റെ ഔദ്യോഗിക സർക്കാരുമായി നിലവിൽ ചർച്ചകൾ നടക്കുന്നുവെങ്കിലും ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിന് നേരെയുള്ള ആക്രമണങ്ങൾ അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിന് നേരെ ആക്രമണങ്ങൾ നടത്തുന്നത് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയും വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിലാണ് ഇപ്പോൾ ലെബനന്റെ ഔദ്യോഗിക സർക്കാർ ചർച്ചകൾ നടത്തുന്നത്. പക്ഷേ ഈ ഒരു വെടിനിർത്തൽ നിലവിൽ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ചർച്ചകൾ പുരോഗമിക്കണം എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ ആ ഒരു വിഷയം തന്നെ മേഖലയിൽ കൂടുതൽ സംഘർഷ സാധ്യത ഉണ്ടാക്കുന്നുമുണ്ട്. ഇനി അടുത്ത് ഇറാനും US തമ്മിലൊരു ചർച്ചകൾ നടന്നാലും ലെബനന്റെ വിഷയം ഇറാൻ വലിയൊരു കൺസേൺ ആയിട്ട് ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇറാന്റെ 10 നിർദ്ദേശങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇറാന്റെ സഖ്യകക്ഷികളെയും ആക്രമിക്കരുത് എന്നുള്ളത്. അതുകൊണ്ട് ഈ ലെബനന് നേരെയുള്ള ആക്രമണങ്ങൾ അത് നിർത്താൻ അത് തീർച്ചയായിട്ടും ഇറാൻ ഉന്നയിച്ചേക്കാം. മാത്രമല്ല US തിരിച്ചുന്നയിക്കാൻ പോകുന്നത് ഹിസ്ബുള്ള ഗ്രൂപ്പിന് ഇറാൻ നൽകുന്ന ധനസഹായങ്ങൾ അവസാനിപ്പിക്കണം എന്നൊരു നിർദ്ദേശം US പറയാൻ സാധ്യതയുണ്ട്. കാരണം USന്റെ 15 നിർദ്ദേശങ്ങളിൽ അത്തരം ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇറാൻ ഇത് സമ്മതിക്കാതിരിക്കാനും നല്ല സാധ്യതയുണ്ട്. ശരി അജയ്, തുടരുക. ഇതിനിടയിൽ ഇറാൻ ഭരണകൂടത്തിന് സൈനിക സഹായം ചൈന നൽകുന്നു എന്നുള്ള ഒരു ആരോപണം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത്തരം ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും ചൈന നിഷേധിക്കുകയാണ്. ഇത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഇതിന്റെ പേരിൽ നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ചില ഭീഷണികൾ കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉണ്ടായിരുന്നു. ഇനിയും അത്തരം സഹായങ്ങൾ നൽകിയാൽ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ തീരുവ കൂട്ടും, 50% കൂട്ടുമെന്നും മറ്റുമായിരുന്നു. ഇതിന്റെ പേരിൽ തീരുവ വർദ്ധിപ്പിക്കാനാണ് US തീരുമാനമെങ്കിൽ അതിനെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ചൈന വ്യക്തമാക്കുന്നത്. ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ശത്രു നീക്കങ്ങൾ തിരിച്ചറിയാൻ ഇറാനെ സഹായിക്കുന്നുവെന്നാണ് അമേരിക്കയുടെ ആരോപണം. അതേസമയം ഈ യുദ്ധത്തിലടക്കം ചൈനയ്ക്ക് നിഷ്പക്ഷ നിലപാടാണ് ഉള്ളത് എന്നാണ് ചൈന മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അപ്പോഴും ചില സഹായങ്ങൾ ഇറാന് നൽകുന്നുണ്ട് എന്ന് ചൈന വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ആ സഹായങ്ങൾ നൽകുന്നത് ഇറാനുമായുള്ള സൗഹൃദം നിലനിർത്താനും ഒപ്പം ആ രാജ്യത്തിൻ്റെ പ്രതിരോധത്തിനും വേണ്ടിയാണ്. പക്ഷേ അത് യുദ്ധത്തിനോ ആക്രമണത്തിനോ സഹായിക്കുന്ന തരത്തിൽ തങ്ങൾ വളർത്തില്ല എന്നാണ് ചൈന വ്യക്തമാക്കുന്നത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.